ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വ്ളോഗിന് സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻട്രോ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പൂക്കളിടുന്ന ഇൻട്രോ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ. ഇന്ന് ഓണാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ്. അതായത് ഞാൻ വിച്ചുവിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഓണാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സ്പെഷ്യലായിട്ട് ഒരു വലിയ പൂക്കളം തന്നെ ഇട്ടേക്കാന്ന് കേട്ടോ. ഈ ഒരു അത്തം തൊട്ടിട്ട് 10 വരെ, അതായത് തിരുവോണം വരെ ഞാൻ പൂക്കളം ഇട്ടിട്ടില്ല. ഉത്രാടം വരെ ഞാനല്ലായിരുന്നു പൂക്കളിട്ടത് വീട്ടിൽ. അച്ഛനാണ് കൂടുതൽ പൂക്കളിട്ടത് കേട്ടോ. അത് എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ അത്തം തൊട്ടിട്ട് ഉത്രാടം വരെ ഞാൻ ഇടാറില്ല. തിരുവോണത്തിന് അത് ഞാൻ വലിയ പൂക്കളും എപ്പോഴും ഇടാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്രാവശ്യം ഇവിടെയും തിരുവോണം വരെ അച്ഛനും അമ്മയും കൂടി മാറി മാറി ഇട്ടു. തിരുവോണത്തിൻ്റെ അന്ന് ഞാനൊരു വലിയ പൂക്കളം തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. വലിയ മീൻസ് ഭയങ്കര വലുതൊന്നുമല്ല, നമ്മൾ സാധാരണ ഉത്രാടം വരെ ഇടുന്ന പൂക്കളത്തിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലുത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ പൂക്കളം ഇട്ടാൽ മതിയായിരുന്നു, കുറച്ച് സിമ്പിളായിരുന്നു. ഞാൻ നേരത്തെ എണീറ്റു കേട്ടോ. ഇന്നൊരു 6 മണിക്ക് എണീറ്റു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് നേരത്തെ. ഇവിടെ എല്ലാവരും നേരം വൈകിട്ട് എണീക്കുന്നവരാണ്. അപ്പോൾ അത് കുറച്ച് നേരത്തെയാണ്. ഞാനൊരു 6 മണിക്ക് എണീറ്റ് പൂക്കളിട്ട് തുടങ്ങിയൊരു 7 മണിക്ക് 7-7:15 ആകുമ്പോഴാണ് ഓരോരുത്തർ എനിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എൻ്റെ പൂക്കളിടൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല കൊതുകടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കൊതുകടി എന്നാൽ നല്ല കൊതുകടിയൊന്നും ഫാൻ ഇടാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ടൈം ലാപ്സിൽ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇട്ട് പോകുന്നത്. ആദ്യം ഞാൻ ഭയങ്കര തിന്നായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പൂക്കളം കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ എല്ലാം തിക്കായിട്ട് ഇട്ടു കേട്ടോ. അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മൾ അരളിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ലാസ്റ്റ് ഞാൻ അതിൻ്റെ മേലെ ഞാൻ റോസ് പെറ്റൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു പൂക്കളാണ്. പക്ഷേ കുറച്ച് വലുപ്പത്തിൽ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ ഞാൻ ബോർഡറായിട്ട് ഇങ്ങനെ റോസ് പെറ്റൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ മുറ്റത്താണ് ഇടാറുള്ളത്. ഞാൻ ഇന്ന് ഇതിൻ്റെ മേലെ കയറിയിട്ടു. അതായത് നമ്മൾ ഉമ്മറത്ത് തന്നെ ഇട്ടു. അതുകൊണ്ട് കുറച്ച് നമുക്ക് അധികം വലുപ്പത്തിൽ ഇടാൻ പറ്റില്ല. അവിടെ ഒരു സോഫ സെറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന ഓണക്കോടി. ഇതല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ 3 കൂടി ഉണ്ട്. ഒരു സെറ്റ് മുണ്ട്, അതുപോലെ തന്നെ ഒരു ടോപ്പ്, പിന്നെ ഒരു ഹോം വെയർ. അത് ഞാൻ പൂക്കടമ്പ് ഇട്ടത് കേട്ടോ. അതാണ് എൻ്റെ അച്ഛനമ്മ തന്ന ആദ്യത്തെ ഓണക്കോടി. അങ്ങനെ 3 അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സെറ്റ് മുണ്ട് ആദ്യം എനിക്ക് വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. ബോർഡർ കുറച്ച് വലിപ്പം കൂടിയിട്ടായിരുന്നു. പക്ഷെ ഉടുത്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലൗസ് ഞാൻ എൻ്റെ ഓണത്തിന് അമ്പലത്തിലേക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സാരി നമ്മുടെ സ്റ്റോറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഓണം ഷൂട്ടിന് ഇട്ടു. ഇതാ ഇന്നിട്ടു. ഇന്ന് തന്നെ നമ്മൾ രണ്ട് വട്ടം അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വട്ടം പോകുമ്പോൾ സെറ്റ് മുണ്ട് എടുക്കാം, രണ്ടാമത്തെ വട്ടം പോകുമ്പോൾ സാരി എടുക്കുക എന്നുള്ള പ്ലാനാണ്. ഇന്ന് ഫുള്ള് റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ് വന്നിട്ട്. ഇതാ ഞാൻ സിമ്പിൾ മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഭയങ്കര കാര്യമായിട്ട് മേക്കപ്പ് കാണിക്കുന്നില്ല, കാരണം സെപ്പറേറ്റ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ട്. രണ്ട് മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്, വളരെ കുറച്ച് സ്റ്റെപ്പ് മാത്രം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് മുടി? ഇതാ ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചു. മുല്ലപ്പൂ വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ പോകണ നേരത്ത് മുല്ലപ്പൂ പ്ലസ് തുളസി കോമ്പിനേഷനിൽ തന്നെ ഒരു ഫ്ലവറാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ വിച്ചു റെഡി ആവുന്നുണ്ട്. വിച്ചുവിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ ഷർട്ട് ആണ് കേട്ടോ. പിന്നെ വൈറ്റും ഉണ്ട്. മുല്ലപ്പൂവിൻ്റെ കാര്യം ഓർമ്മ വന്നാണ് കേട്ടോ. പിന്നെ മുല്ലപ്പൂക്കെ വെച്ച് നമ്മൾ ഇത് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് പോയത് ഞാനും വിച്ചും കൂടിയിട്ടാണ്. നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതു. നല്ല സുഖമായിട്ട് തന്നെ തൊഴാൻ പറ്റി കേട്ടോ. ശിവലയായി കാരണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു, ആനയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളാണ് ആദ്യം കയറിയത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി. നല്ല തിരക്കാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ സുഖമായിട്ട് തൊഴുത് ഇറങ്ങി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. സദ്യയുടെ പരിപാടികൾ ഓൾറെഡി അമ്മയും വല്യമ്മയും അഖിലേച്ചി എല്ലാം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് പോയിട്ടില്ല കിച്ചണിലേക്ക്, കാരണം എനിക്ക് സദ്യ പരിപാടി ഒന്നും അറിയില്ല ഉണ്ടാക്കാനായിട്ട്. എനിക്ക് നോൺ വെജിൻ്റെ എല്ലാം ഉണ്ടാക്കാൻ അറിയാമെങ്കിലും സദ്യയുടെ എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിലേക്ക് പോയില്ല. എന്നാൽ ചെറുതായിട്ടൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമ്മൾ വിളമ്പണ സമയത്തും ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് വിച്ചുവിൻ്റെ ഓട്ടമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പിന്നാലെ ഓടുകയാണ് കേട്ടോ. ഭയങ്കര ഭയങ്കര സ്പീഡിൽ നടക്കുകയാണ്. അങ്ങനെ നമ്മളിത് ആ കാറിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മളിത് ആ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. നമ്മൾ കാർ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടോ, കാരണം നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ അയ്യപ്പനായരുടെ കടയൊക്കെ ആയിട്ടാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് യെസ്, അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൽ പോയി തൊഴുതു. നല്ല ഞങ്ങൾ രണ്ടാളും നല്ല ഹാപ്പിയാണ്, കാരണം ഞങ്ങൾ ആയി തോണല്ലേ. അതുകൊണ്ട് കേട്ടോ നല്ല ഹാപ്പി ആയിരുന്നു രണ്ടുപേരും. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നോട്ടെ. ഞാൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലേ. എനിക്ക് ഓൾറെഡി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന്. എനിക്കാണെങ്കിൽ കാറിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു വട്ടം അമ്പലത്തിൽ പോയി നല്ല സുഖമായിട്ട് തൊഴുതു കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ ആളുകളെ കടത്തി വിടാണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈം നമ്മളവരുടെ ഫ്രണ്ടിൽ വന്ന കാരണം സുഖമായിട്ട് തൊഴാൻ പറ്റി. ഇനിയിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒന്നുകൂടി ഗുരുവായൂർ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡ്രസ്സിട്ട്
കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ പണിയൊക്കെ തീർത്ത് പണി ഓൾമോസ്റ്റ് ഇവർ ചെയ്ത് തുടങ്ങിയിട്ടോ. അതായത് അമ്മയും വല്യമ്മയും അഖിലേച്ചിയും എല്ലാവരും ഉണ്ട്. എനിക്ക് പിന്നെ സദ്യയുടെ പരിപാടി എനിക്ക് ഒരു തരി പോലും അറിയില്ല, കറികളൊന്നും ഉണ്ടാക്കാനായിട്ട്. സദ്യ ചിക്കൻ നോൺ ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കും, പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയിട്ടില്ല. പിന്നെ രാവിലെ നേരത്തെ എണീറ്റു, പൂക്കളിട്ടു, അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്ത കേട്ടോ. അപ്പോൾ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിലേക്ക് പോകാൻ റെഡി ആകുമ്പോഴാണ് എല്ലാവരും എണീറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതവിടെ കിച്ചണിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് എന്തിനാ ഇട്ടേക്കണതായിരുന്നു. ഓക്കെ, വിച്ചുവിൻ്റെ ഷർട്ടാണ് കേട്ടോ. വിച്ചുവിൻ്റെ ഷർട്ട് നമ്മൾ വിച്ചുവിന് ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ വാങ്ങുന്നതൊക്കെ വിച്ചുവിന് കൊള്ളാറുണ്ട്, പക്ഷേ ഈ ഷർട്ട് വിച്ചുവിന് കൊണ്ടില്ല. എന്താണെന്നറിയില്ല. ഓൺലൈനിൽ നിന്ന് കണ്ടെത്തുന്നത്. നോർമലി എപ്പോഴും ഞാൻ ഷോപ്പിൽ നിന്ന് എടുക്കാറുള്ളത്. ഒരു 3-4 ഷർട്ട് നമ്മൾ പുതിയത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഒരു കോഫി ബ്രൗൺ ആണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൾ പറഞ്ഞ് നിങ്ങൾക്ക് കോഫി ബ്രൗൺ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഓൺലൈനിൽ എനിക്ക് അങ്ങനെ ഓഫ്ലൈനിൽ കിട്ടിയില്ല. അപ്പോൾ ഓൺലൈൻ തപ്പിപ്പിടിച്ച് വാങ്ങിയപ്പോൾ അത് കൊള്ളണമില്ല. ആൻഡ് ഇന്നത്തെ ലുക്ക്, ഇപ്പോഴത്തെ ഫസ്റ്റ് ലുക്ക് അതായത് ഇതാണ് എൻ്റെ മേക്കപ്പ് ആൻഡ് ഓൾ. സിമ്പിൾ മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. ഈ ബ്ലൗസ് തന്നെയാണ് ഓണത്തിൻ്റെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്ന ബ്ലൗസ് കേട്ടോ. എനിക്കിഷ്ടമായി ബ്ലൗസ്, ഗ്രീൻ ബ്ലൗസ്. ഞാൻ കാറിൻ്റെ ഇവിടെയാണ് വെച്ചേക്കണം. ക്യാമറ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ ഈ സെറ്റ് കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും വകയുള്ള ഓണക്കോടിയാണ്. ഇന്ന് രാവിലെ വെയർ ചെയ്ത നൈറ്റ് സ്യൂട്ടല്ല, ഹോം വെയറും അച്ഛൻ്റെയും അമ്മയുടെയും വകയുള്ള ഓണക്കോടിയാണ്. ഇനി വെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്വന്തം ഓണക്കോടിയാണ്. അതായത് നമ്മുടെ വികാ ഫാഷൻ സ്റ്റോറിലെ സാരിയാണ് ഞാൻ വെയർ ചെയ്യുന്നത്. അങ്ങനെ ഉച്ചത്തെ ഊണ് കഴിഞ്ഞാൽ നമ്മൾ ചാവക്കാട് പോകും, അതായത് എൻ്റെ വീട്ടിൽ പോകും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ച ഓണക്കോടിയാണ്. റെഡ് സാരിയാണ്, കല്യാണിക്കോട്ടൻ സാരിയാണ്. അതിൻ്റെ കൂടെ ആ ഒരു ഗ്രീൻ ബ്ലൗസ് തന്നെയാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. ഇത് ഇതൊന്ന് ബ്ലൗസ് ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെ നല്ല രീതിക്ക് തന്നെ സ്യൂട്ടായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടി. പിന്നെ മൂക്കുത്തി ഞാൻ രാവിലെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, ഇതാ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുതിയ മൂക്കുത്തിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്ന ഡയമണ്ടിൻ്റെ മൂക്കുത്തിയാണ്. കുറച്ച് വലുപ്പം കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിങ്ങനെ ഉരിയൊക്കെ ഇടയ്ക്ക് ഇടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നേ. രണ്ടാമത് നമ്മൾ അമ്പലത്തിൽ പോയത് വാമിയും അതുപോലെ തന്നെ അഖിലേച്ചി, അമ്മ, വല്യമ്മ എല്ലാവരുടെ കൂടെയാണ്. അങ്ങനെ പോയി നമ്മൾ വീട്ടിൽ പോയി സദ്യയൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ സദ്യ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, നല്ല കുട്ടിയായിട്ട് അതൊക്കെ മറന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ മുത്തശ്ശനായിട്ടൊന്ന് പുറത്തേക്ക് പോയി. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. കാരണം രാത്രി ഫുൾ കുക്കിങ് ഞാനാണ്. നമ്മളൊരു 4-5 എന്താ പറയുക ഐറ്റംസ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒറ്റയ്ക്ക്. അങ്ങനെ വന്നപ്പോഴേക്കും ഇവിടെ പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃക്കാരപ്പം നമ്മൾ എല്ലാ കൊല്ലം വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടിയിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. ചെറിയച്ഛനൊക്കെ വന്നിട്ടുണ്ടേ. വലിയ കാര്യത്തിൽ ഞാൻ ഓൺ വോയിസിലൊരു വീഡിയോ എടുത്തതാണ്, പക്ഷേ മൈക്ക് വെക്കാത്ത കാരണം വോയിസ് തീരെ ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കിയത് ഓഫാക്കി ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ കിച്ചണിലിരുന്നിട്ട് ഞാൻ പണിയെടുക്കുകയാണ്. അതായത് ചിക്കൻ കറി ഉണ്ടാക്കണം, നാടൻ ചിക്കൻ കറി ഉണ്ടാക്കണം, ബട്ടർ ചിക്കൻ ഉണ്ടാക്കണം, പനീർ ബട്ടർ മസാല ഉണ്ടാക്കണം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞു. അതൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, പക്ഷേ എനിക്ക് വോയിസ് ഇടാൻ പറ്റാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബട്ടർ ചിക്കനും പനീർ ബട്ടർ മസാലയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, നാടൻ ചിക്കൻ കറി കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. യെസ്, അപ്പോൾ നമ്മൾ ഉരുളിയിലൊക്കെയാണ് നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോ പാനിൽ ഓരോന്നാവുന്നുണ്ട്. മറ്റേത് ബട്ടർ ചിക്കൻ, ഇത് പനീർ ഉണ്ടാക്കാൻ വേണ്ടി ഫ്രൈ ചെയ്യുകയാണ്, ഇത് നാടൻ ചിക്കൻ കറി. അങ്ങനെ നമ്മുടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് ബട്ടർ ചിക്കൻ. നല്ല ഭംഗിയുണ്ടെന്ന് കാണാനായിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കിയ എല്ലാ കറിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായ കാരണം പിന്നെ കുഴപ്പമില്ല, അതങ്ങനെ ആ ഒരു സ്മൂത്തായിട്ട് തന്നെ പൊക്കോളൂ കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ കിച്ചണിലുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ആരും ഹെൽപ്പിന് വരുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇത് ചിക്കൻ ഫ്രൈ, ഇത് വല്യമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ വെച്ചുകൊണ്ട്. ഇത് പിന്നെ നമ്മൾ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ് എല്ലാതും. പനീർ ബട്ടർ മസാലയും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഓൾറെഡി മുന്നേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ അറിയാം ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ അങ്ങനെ യൂട്യൂബിലൊന്നും നോക്കാറില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കേട്ടോ. പത്തിരി, പൊറോട്ട, ചപ്പാത്തി, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു. അങ്ങനെ എല്ലാം ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തു. എല്ലാവരും കണ്ടിങ്ങനെ ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ഈ ബട്ടർ ചിക്കനും പനീറൊക്കെ ഉണ്ടാക്കിയത് മെയിൻലി വിച്ചുവിനും അച്ഛനൊക്കെയാണ് കേട്ടോ. കാരണം അവർക്കങ്ങനെ സ്പൈസ് കഴിക്കാൻ ഇപ്പോൾ പറ്റില്ല. വിച്ചുവിന് തീരും പറ്റില്ല, അച്ഛന് അങ്ങനെ ഇപ്പോൾ ഒരു മെഡിസിൻ കഴിക്കാനും പറ്റില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം അങ്ങോട്ട് അടിച്ച് പൊളിച്ചു. ഇനി നാളെ ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.